വരുമ്പോൾ ഉറപ്പായിട്ടും അഭിമന്യുവിൻ്റെ വീട്ടിൽ പോകണം എന്നൊരാഗ്രഹമുണ്ട്. പുൽമേടുകൾ കാണാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നിർത്തരുത് എന്ന് പറഞ്ഞ സാധ്യതയ്ക്ക്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ വട്ടവട എക്സ്പ്ലോറിംഗ് ആണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വട്ടവട. മുന്നേ കാന്തല്ലൂരാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ എക്സ്പ്ലോറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വട്ടവടയാണ്. അപ്പോൾ വട്ടവട എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഏറ്റവും ഭംഗിയുള്ള റോഡായ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി വരികയും പിന്നെ ഒരു ഓഫ് റോഡ് കയറി പണി കിട്ടിയതും ഒക്കെ ആയിരുന്നു ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാർ എത്തി. മൂന്നാർ കഴിഞ്ഞ് വീണ്ടും മാട്ടുപ്പെട്ടി എത്തിയതും ഒരു വലിയൊരു ബ്ലോക്കിലകപ്പെടുകയൊക്കെ ചെയ്തു. അതൊക്കെ താണ്ടി നമ്മളിപ്പോൾ നല്ല ശാന്തമായിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വട്ടവടയിലേക്ക്. എൻട്രൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ചെക്ക് പോയിന്റ് നിർത്തിയായിരുന്നു. അവിടെ നിന്ന് ഒരു ഫോറസ്റ്റ് ഓഫീസർ ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് തന്നു. ഇനി അങ്ങോട്ട് പോകുന്നത് കുറച്ച് ദൂരം, അടുത്ത ചെക്ക് പോയിന്റ് വരെയും ഫോറസ്റ്റ് ആണ്. നോ സ്റ്റോപ്പിംഗ് ആണ്, ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. മേ ബി വൈൽഡ് ലൈഫ് എൻകൗണ്ടർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. സോ നോ സ്റ്റോപ്പിംഗ്. അതുപോലെ അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാം. തിരിച്ച് വരുന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പ് തിരിച്ച് റിട്ടേൺ അടിച്ചോളണം. സ്റ്റേ ആണെങ്കിൽ രാവിലെ 6 മണിക്ക് ശേഷം മാത്രമേ റിട്ടേൺ വരാൻ പറ്റൂ. സോ ദാറ്റ് മീൻസ് നമ്മൾ പോകുന്നത് ഒരു തിക്ക് ഫോറസ്റ്റിനകത്തൂടെയാണ്. ബഫർ സോണാണ്. അത് അടുത്ത ചെക്ക് പോയിന്റ് വരെ. നിന്റെ അടുത്തല്ലടാ നോൺ സ്റ്റോപ്പിംഗ് പാടില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു രീതി. അല്പം മുമ്പ് കണ്ടില്ല, കുറച്ച് പയ്യന്മാരെ നോൺ സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കും. ഈ റൂട്ടിൽ കൂടുതലും മോട്ടോർ ബൈക്സ് ആണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വട്ടവട വരുന്നത്. വട്ടവട വന്നിട്ടില്ല. ഇതിനു മുമ്പ് കാന്തല്ലൂർ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. വട്ടവട ഫസ്റ്റ് ടൈമാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ എന്തെന്നില്ലാത്ത തണുപ്പ്. നമ്മൾ മൂന്നാറ് കിട്ടിയ തണുപ്പല്ല, അല്പം കൂടെ തണുപ്പ് ഇൻറ്റൻസീവാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ആനിമൽസൊക്കെ ക്രോസിങ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല എന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്താണ് പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ആനിമൽസിനെയും കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സിനിമ ഡയലോഗ് പറയുന്ന പോലെ പുലിയുണ്ട് കടുവയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ സ്ഥലത്ത് എപ്പോഴും ഉണ്ട്. കൂടുതലും ഒരു ഈവനിങ് 5 മണി കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് 6 മണി ആ സമയത്തൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വട്ടവട പോയി അവിടെ സ്റ്റേ ചെയ്തപ്പോൾ അവിടെ വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ മാട്ടുപ്പെട്ടി ബ്ലോക്ക് കഴിഞ്ഞ് 5 മണിയായപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയത്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് പുൽമേട്. പുൽമേടുകൾ കാണാൻ സാധ്യതയുണ്ട്, നിങ്ങൾ നിർത്തരുത് എന്ന് പറഞ്ഞ സാധ്യതയ്ക്ക്. ഡു നോട്ട് എൻ്റർ ഇൻസൈഡ് ഗ്രാസ് ലാൻഡ്. Wow, they're beautiful place. Very beautiful. Wow. Good tent. Tent and the air model. Speed limit 30 km. Wow, what a beautiful place. Hey monkey. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട്. നല്ല കാമായിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു.
അപ്പോൾ നമ്മളവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വട്ടവട എക്സ്പ്ലോറിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വട്ടവടയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇറങ്ങിയിരിക്കും. നബിയും നേരെ റോഡിൽ കൂടെ പോകാമായിരുന്നു വട്ടവട എത്താൻ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു വഴി കണ്ടു. അത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. അതിൽ നമ്മുടെ ശീലം അതാണ്, അറിയാത്ത വഴി കൂടെ യാത്ര ചെയ്യുക എന്നാണ്. ഗൂഗിൾ മാപ്പിനകത്ത് വര കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ വര. ആ വര പ്രതീക്ഷിച്ച് പോവുകയാണ്. ആ വര കറങ്ങി വട്ടവട എത്തുമെന്നാണ് ഉറപ്പ്. നല്ല തണുപ്പാണ് കേട്ടോ. മൂന്നാർ പോലും ഇത്രയും തണുപ്പ് ഇല്ല. മൂന്നാർ ഇത്രയും തണുപ്പ് അനുഭവപ്പെട്ടില്ല. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ പൊള്ളിയാവണ ലക്ഷണം കാണുന്നു. ആ റൂമിലാണെങ്കിൽ 4 വലിയ ഓട്ടം ഉണ്ട് മുകളിൽ, നമ്മുടെ സൺഷെയ്ഡിൽ അല്ല എയർ ഹോളായിട്ട്. അതിൽ കൂടെ തണുത്ത കാറ്റകത്ത് കയറും, തണുപ്പിനകത്ത് കയറും. ഇന്ന് ഉറങ്ങിയത് തന്നെ. കേരളത്തിൻ്റെ കാർഷിക വിപണി എന്നറിയപ്പെടുന്ന വട്ടവടയിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവരെല്ലാവരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പലതരം ഫ്രൂട്ട്സുകളും, സ്ട്രോബെറി, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതരം പാഷൻ ഫ്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക എല്ലാം ഇവിടെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല വെജിറ്റബിൾസ് ആണെങ്കിലും ഗ്രീൻ പീസ്, ഉള്ളി, അങ്ങനെയുള്ള പലതരം വെജിറ്റബിൾസും ക്യാരറ്റ്, റാഡിഷ് അതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസിൽ നമ്മൾ കറി വെക്കാൻ വാങ്ങുന്ന ഗ്രീൻ പീസ്, ആ ഗ്രീൻ പീസ് സത്യം പറഞ്ഞാൽ അവർ വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർ കറി വയ്ക്കാൻ എടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പിഞ്ച് ഗ്രീൻ പീസാണ്. അതായത് നമ്മൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് വാങ്ങൂലേ, ആ സംഭവം അത് ഫ്രോസൺ ചെയ്യാതെയുള്ള ഒറിജിനൽ നല്ല ഫ്രഷ് ആയിട്ടാണ് അവർ കറി വയ്ക്കുന്നത്. അതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാം വളരെ സാധാരണ, വളരെ പാവപ്പെട്ട, വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ. ഇവർ കൂടുതലും മലയാളവും തമിഴുമാണ് സംസാരിക്കുന്നത്. തമിഴ്നാടും മലയാളവും ആയിട്ട് ഒരു മിക്സാണ്. കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കല്യാണം കഴിച്ചത് ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു കണക്ഷനാണ് ഇവിടെ. പക്ഷേ അവരുടെ ഓട്ടും അതും സംഭവങ്ങൾ ആധാറിലും എല്ലാം അവർ മലയാളികളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ഓഫ് റോഡാണ്. ഇതുവഴി നമുക്ക് വട്ടവട ജംഗ്ഷനിലെത്താം. അപ്പുറത്തെ സൈഡിൽ വട്ടവട ജംഗ്ഷനിലേക്ക് ആ ഒരു മെയിൻ റോഡാണ്. അപ്പോൾ ഈ 2 റോഡിൻ്റെ ഇടയിലായിട്ടാണ് ഈ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഹോസ്പിറ്റലും അവർക്ക് വേണ്ടുന്ന സ്കൂളും അംഗൻവാടിയും ഹോസ്പിറ്റലും അതുപോലെ തന്നെ പഞ്ചായത്തും വില്ലേജും എല്ലാം ഈ ഒരു വട്ടത്തിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഒരു മെയിനായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഗ്രാമം ഒരു വട്ടത്തിനകത്ത് ഇരിക്കും പോലെയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വട്ടവട എന്ന് പേര് വന്നിരിക്കുന്നത് എന്നും ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു സ്ഥലം. വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഒരുപാടൊന്നും നമുക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. പിന്നെ ഇവിടെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ വട്ടവട എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത്, ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ ഈ ഇടക്കാലത്താണ് വരാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അഭിമന്യുവിൻ്റെ വീട് വട്ടവടയിലാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത് അഭിമന്യുവിൻ്റെ വീട്ടിലോട്ട് പോകണം എന്നൊരു പ്ലാന് കൂടിയുണ്ട്. അപ്പോൾ അഭിമന്യുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഈ വട്ടവട എന്ന ഗ്രാമം പുറം ലോകം കൂടുതൽ അറിയാൻ തുടങ്ങിയത്, ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതും. അതിനുശേഷമാണ് ഈ ഒരു ഗ്രാമത്തിൽ ഇത്രയും ടൂറിസം വളരാൻ സാധിച്ചതെന്ന് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് അവർക്കൊരു പ്രൈവസി ഇപ്പോൾ നഷ്ടപ്പെട്ടൊരു പോലെയാണ്. കാര്യം അവരുടെ ഇത്രയും ആൾക്കാർ വരുന്നതുകൊണ്ട് അവർക്ക് ഗുണവുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അവർ ചെറിയൊരു ബഡ് ഹൗസ് ആണെങ്കിൽ പോലും അവിടെ താമസിക്കാൻ അവിടെയൊക്കെ ഫുൾ എന്നും ബുക്കിംഗ് ആണ്. ഇപ്പം ബഡ് ഹൗസും അതുപോലെ തന്നെ അവരുടെ ഹോം സ്റ്റേ ആണെങ്കിലും ഒക്കെ എല്ലാം എപ്പോഴും ഫില്ലിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് ഫാം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സ്ട്രോബെറി ഫാം, ഒത്തിരി ഫാമുണ്ട്. എല്ലാം ഫ്രീ വിസിറ്റാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ വിസിറ്റ് ചെയ്യാം. പക്ഷേ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് സ്ട്രോബെറി വൈനും പാഷൻ ഫ്രൂട്ടും ഒക്കെ തരും. ഭയങ്കര ടേസ്റ്റിയാണത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് 2 ബോക്സ് വീതം വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ജംഗ്ഷനിൽ കറങ്ങി കയറിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ
താഴോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗ്രാമം ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൃഷി സ്ഥലങ്ങളും വീടുകളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ മെയിൻ റോഡിൽ കയറിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് അഭിമന്യുവിൻ്റെ വീട്ടിലേക്കുള്ള ഒരു റൂട്ടിലേക്കാണ്. ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദൂരം നമുക്ക് യാത്ര ചെയ്യണമായിരുന്നു. ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്യണം അഭിമന്യുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അഭിമന്യു മഹാരാജാസ് മോനെ എടാ ഈ അഭിമന്യുവിൻ്റെ വീട് കുറേ ദൂരം ഉറപ്പായിട്ടും അഭിമന്യുവിൻ്റെ വീട്ടിൽ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചിട്ടുണ്ട്. അഭിമന്യു എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വർഗീയ കോമരങ്ങളാണ് നമ്മൾ അഭിമന്യുവിനെ കൊന്നത്. ഇനിയും ഒരു അഭിമന്യു നമ്മുടെ നാട്ടിലുണ്ടാകരുത്. ലാൽ സലാം. വെച്ചു കൊടുക്കാൻ ഇത് പിന്നീട് വെച്ചല്ലേ. അതുകൊണ്ട് അവിടെ ഫ്ലാഗൊക്കെ ചെങ്കൊടി പാറുന്നു മുകളിൽ. നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്നൊരു കൃഷി സ്ഥലം, അല്ല സ്ട്രോബെറി ഫാമാണിത്. വാവ്, കുറേ സ്ട്രോബെറി ഉണ്ട് ഇതിനകത്ത്. അത് സ്ട്രോബെറി ഇങ്ങനെ കാച്ചി കിടക്കുന്നുണ്ട്.